കണ്ണൂർ മുതിയങ്ങ വയലിൽ കാട്ടുപന്നി ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കർഷകൻ AK ശ്രീധരന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇന്ന് രാവിലെയാണ് കാട്ടുപന്നി ആക്രമണത്തിൽ ഈ ശ്രീധരൻ മരിച്ചത്. ആക്രമിച്ച കാട്ടുപന്നിയെ പിന്നീട് നാട്ടുകാർ ചേർന്ന് കൊന്നു. സംഭവത്തിൽ അന്വേഷണത്തിന് വനമന്ത്രി AK ശശീന്ദ്രൻ ഉത്തരവിട്ടതായി വാർത്ത വരുന്നുണ്ട്. നമ്മൾ നിർദ്ദേശം കൊടുക്കുന്ന നേരെ CCF-നാണ്. ഉത്തരമേഖല ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ദീപക്കാണ് നിർദ്ദേശം കൊടുത്തിട്ടുള്ളത്. പിന്നെ ജില്ലാ കളക്ടറോടും അതൊന്ന് അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അല്ല, വന്യജീവികൾ സാധാരണ സാന്നിധ്യം ഉണ്ടാകാനിടയിലൊരു സ്ഥലമല്ല. ഇതുവരെ അങ്ങനെ ഒരു അനിഷ്ട സംഭവം, ശ്രദ്ധേയമായൊരു സംഭവമൊന്നും ഉണ്ടാകാത്തൊരു ശാന്തമായ സ്ഥലമാണ്. അവിടെ കാട്ടുപന്നിയെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ നാട്ടിലെത്തി കാട്ടുപന്നിയെ വെടിവെച്ച് കൊല്ലാൻ ആരോടും ചോദിക്കണ്ടല്ലോ, നിലവിൽ ഉത്തരവുണ്ടല്ലോ. അപ്പോൾ ആ കാര്യത്തിൽ പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്തു നിന്ന് എന്താണ് പറയാനുള്ളതെന്ന് അറിയണം. ഗ്രാമപഞ്ചായത്തിൽ പന്നിൻ്റെ ശല്യം ഉണ്ടെങ്കിൽ അതിനെ കൊല്ലുന്നതിന് വേണ്ടി ഷൂട്ടറെല്ലാം നിയമപരമായിട്ട് നമ്മൾ നിയമിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഗ്രാമസഭയിലടക്കം അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പുകളിലടക്കം അവരെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ അയച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേങ്കിൽ ഈ പ്രദേശത്ത് മറ്റേ മുള്ളം പന്നിയുടെ ശല്യം അല്ലാതെ ഈ കാട്ടുപന്നിയുടെ ശല്യം നമ്മൾ ശ്രദ്ധയിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പരാതി പറയണ്ടെങ്കിൽ ഇതുവരെയായിട്ടും ഇങ്ങനെ ഒരു അനിഷ്ട സംഭവം ഉണ്ടായിട്ടില്ല. ഇതാദ്യമായിട്ടാണ്. വാഴയും കിഴങ്ങും കൃഷിയെല്ലാം നശിപ്പിക്കുന്നുണ്ട്. അത് ഇന്നലെയോ അതാ ചെയ്തിട്ട് കിഴങ്ങുള്ളത് കുത്തിയിളക്കിയിട്ട് അവിടെ നമ്മളെ കണ്ട ആദ്യമായിട്ടൊന്നുമില്ല. കുറേ പക്ഷെ മനുഷ്യന്മാർക്ക് ഇതാ കാണുന്നത്. മറ്റ് നമ്മളെല്ലാം കാണുമ്പോഴൊക്കെ ഓടി കളിയാ. ഇപ്പോൾ ഇതെങ്ങൾക്ക് വന്നാൽ കാണാം. ഒരു കണ്ടം കേങ്ങ നട നിരത്തിയിട്ടിട്ട് ഞാൻ പായ് വാങ്ങിയിട്ട് 2000 റുപ്യേൻ്റെ കെട്ടി നിന്നിട്ടും ബാക്കിയായിട്ടില്ല. എന്നിട്ടും പന്നീൻ്റെ ഇടയ്ക്ക് ഒരു കഷ്ണം ബാക്കിയായിരുന്നു. പഞ്ചായത്ത് പരാതി കൊടുത്തിട്ട് ഓർവർ ഇടിയൊന്നും ഒന്നുമില്ല എന്ന് പറയും. പിന്നെ കൊടുത്തിട്ട് എന്നാണ്ട് കണ്ണൂരിൽ നിന്ന് അരുൺ പൂപ്പറമ്പ തത്സമയം ബ്രോസ് ഈവനിങ് ശരിയാണ്. അരുൺ, ബ്രോസ് ഈവനിങ്ങിലേക്ക് താങ്കൾക്ക് സ്വാഗതം. അവിടെ മഴയുണ്ടോ അരുൺ? ആദ്യം അത് പറയൂ. SKN ഇവിടെ മഴയില്ല. പക്ഷേ മഴയുടെ ഒരു അന്തരീക്ഷം, മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷം ഉച്ചയ്ക്ക് ശേഷമുണ്ട്. എന്തായാലും നിലവിൽ എന്തായാലും മഴ പെയ്തിട്ടില്ല. കോട്ടയത്ത് നിന്ന് ആശാബിന്നി ഇത് തന്നെ പറയുന്നത് അവിടെ മഴക്കാറ് മൂടിക്കെട്ടി വരുന്നു എന്നുള്ളതാണ്, വേനൽ മഴ. അപ്പൊ നമ്മുടെ ഇനി വാർത്തയിലേക്ക് വിശദമായിട്ട് SKN തീർച്ചയായും ഞാനിപ്പോൾ നിൽക്കുന്നത് സങ്കടകരമായ സംഭവം നടന്ന അതേ സ്ഥലത്താണ്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് വെച്ചാണ് ഇന്ന് രാവിലെ 9 മണിയോടെ ശ്രീധരൻ എന്ന കർഷകൻ തൻ്റെ കൃഷിയിടത്തിലേക്ക് ഈ കാണുന്ന വഴിയിലൂടെ നടന്നു പോവുകയായിരുന്നു. തൊട്ട് സമീപമാണ്, അതായത് ഈ ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിന് തൊട്ട് സമീപത്തുള്ള കൃഷിയിടമാണ് ശ്രീധരൻ്റെ കൃഷിയിടം. അവിടത്തേക്ക് പതിവ് പോലെ എല്ലാ ദിവസവും രാവിലെ നടന്നു പോവുകയും അതിനുശേഷം അവിടുത്തെ പണികളിലൊക്കെ ഏർപ്പെടുന്നതാണ് പതിവ്. ഈ വിളകൾക്ക് വെള്ളം നനക്കുക ഉൾപ്പെടെയുള്ള പണികളാണ് രാവിലെ ചെയ്യാറുള്ളത്. അതുവേണ്ടിയാണ് ശ്രീധരൻ ഇന്നും പോയത്. അതിനിടെയാണ് അപ്രതീക്ഷിതമായി കാട്ടുപന്നി കുതിച്ചെത്തി അദ്ദേഹത്തെ കുത്തി വീഴ്ത്തിയത്. ദേഹമാസകലം ഗുരുതരമായി തന്നെ പരിക്കേറ്റ് ചോരയിൽ കുളിച്ച് ഇവിടെ വീണ് കിടക്കുകയായിരുന്നു. നിലവിളി കേട്ടാണ് മറ്റ് സമീപവാസികൾ ഉൾപ്പെടെ ഇങ്ങോട്ട് ഓടിയെത്തിയത്. അപ്പോഴേക്കും പിന്നീട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയാണ് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കുകയും ചെയ്തത്. എന്തായാലും സ്വന്തം കൃഷിയിടത്തിൽ, അതായത് കൃഷി ചെയ്ത് ജീവിത വരുമാനം ഉണ്ടാക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ അങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോകുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് കൃഷിയിടത്തിൽ തന്നെ മരണം സംഭവിക്കുന്നത് എന്ന് പറയുന്നത് സങ്കടകരമാണ്. അത് ഇനി ഒരിക്കലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പ്രത്യേകിക്കാൻ സാധിക്കുകയുള്ളൂ. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലങ്ങൾ SKN കാണാം, കൃഷിയിടങ്ങളാണ്. പല വ്യക്തികളുടെ കൃഷിയിടങ്ങളാണ്. അടുപ്പിച്ച് വാഴ, അതോടൊപ്പം തന്നെ മരച്ചീനി ഉൾപ്പെടെയുള്ള കൃഷികളാണ് ഇവിടെ പൊതുവെ ചെയ്യാറ്. ഇവിടെ ഈ കാട്ടുപന്നിയുടെ ശല്യം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല എന്ന വാദം പൂർണ്ണമായും തെറ്റാണ്. അത് നമുക്കിവിടെ നേരിട്ട് കണ്ട് നമ്മൾ ബോധ്യപ്പെട്ടതാണ്. കാട്ടുപന്നിയുടെ ശല്യം ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരാൾക്ക് നേരെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മനുഷ്യനെ ആക്രമിക്കുകയോ അല്ലെങ്കിൽ ഇത്തരത്തിൽ മരണം അത്തരം സംഭവങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. അത് മന്ത്രി പറയുന്നത് ശരിയാണ്. പക്ഷേ കാട്ടുപന്നി ശല്യം സ്ഥിരമായുള്ള സ്ഥലമാണ്. ഇവിടുത്തെ ഈ വാഴകൾ ഉൾപ്പെടെയുള്ള ഈ വിളകളൊക്കെ നശിപ്പിക്കുന്ന സംഭവങ്ങൾ ഇതിനു മുമ്പുണ്ടായിട്ടുണ്ട്. കർഷകർ അത് ആ സ്ഥലത്ത് തന്നെ, അതായത് ഇന്നലെ പോലും കാട്ടുപന്നിയുടെ ശല്യം ഉണ്ടായിട്ടുണ്ട്, ഈ വിളകൾ നശിപ്പിച്ചിട്ടുണ്ട് എന്ന കാര്യമൊക്കെ നമ്മളെ നേരിട്ട് കാണിച്ച് ബോധ്യപ്പെടുത്തിയതാണ്. അപ്പോൾ എന്തായാലും മന്ത്രിക്ക് ലഭിച്ച വിവരം എന്തായാലും തെറ്റാണ്. ഇത് ഒരു വനമേഖലയൊന്നുമല്ല, ഒരു ഗ്രാമപ്രദേശമാണ്. വനം ഇതിൽ നിന്നും കണ്ണവം വനമാണ് ഏറ്റവും അടുത്ത വനം. ഇവിടെ നിന്ന് ഏകദേശം 6 കിലോമീറ്റർ അകലെയാണ് വനപ്രദേശത്തിൻ്റെ ഒരു അതിർത്തിയെങ്കിലും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇത്തരത്തിലൊരു സംഭവം നടന്നതിൽ കർഷകരെ സംബന്ധിച്ചിടത്തോളം വലിയ നടുക്കമുണ്ട്, ഞെട്ടലുണ്ട്, അമർഷമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വളരെ പെട്ടെന്ന് കാട്ടുപന്നിയെ, അതായത് ഈ ശ്രീധരനെ ആക്രമിച്ച കാട്ടുപന്നിയെ തിരിച്ച് അത്തരത്തിൽ
അതിനെ നാട്ടുകാർ ചേർന്ന് കൊല്ലുകയും ചെയ്തു. എന്തായാലും ഇപ്പോൾ മൃതദേഹം പരിയാരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടാണുള്ളത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഈ വീട്ടിലേക്ക് കൊണ്ടുവരും. എന്തായാലും സങ്കടകരമായ ഒരു സാഹചര്യം തന്നെയാണ് ഈ ഗ്രാമപ്രദേശത്താകെ ഉള്ളത്. അതേ പുറമെ എന്തായാലും ഷോക്കിംഗ് ആയിട്ടുള്ള വാർത്ത തന്നെയാണ് വന്നത്.